ഹലോ ജെയിംസ് കുട്ടി ഉണ്ടോ? ഹലോ ജെയിംസ് കുട്ടി അല്ലേ? അതെ, ഞാൻ ഏലിയാസാ, ന്യൂയോർക്കിന്ന്. ഏലിയാസാണോ? താൻ നല്ല ഫോമിലാണല്ലോടോ മച്ചമ്പി. എടോ, സാറേ അടുത്തുണ്ടോ? ഉണ്ട്. എന്താ? എന്നാ സാറോട് ഇപ്പൊ പറയണ്ട. എന്താ അല്ല, എന്താ കാര്യം? നമ്മുടെ രവിയേട്ടനും ഫാമിലി സഞ്ചരിച്ചിരുന്ന കാറ് ഒന്ന് ആക്സിഡന്റ് ആയി. ഓ മൈ ഗോഡ്. എന്നിട്ട് രവിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാവരും ഹോസ്പിറ്റലാണ്. രവിയേട്ടന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഹലോ, എന്റെ രവിയേട്ടൻ എന്ത് പറ്റി? പറയൂ ഏലിയാസ്, എന്തെങ്കിലും സംഭവിച്ചോ? പറയൂ. സാറ് വെറുതെ അപ്സെറ്റ് ആവാതെ. രവിയേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ല, ധൈര്യമായിരിക്കും. ഒന്ന് ജെയിംസ് കയ്യിൽ കൊടുത്തേ. ഹലോ, ആ ജെയിംസ് ആണ്. ഹലോ, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? പിന്നെ ജെയിംസേ, നാളെ രാത്രി 8 മണിക്കാണ് ബ്രിട്ടീഷ് എയർവേസ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് മദ്രാസിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിലേക്ക് ഫാക്സ് കൊടുത്തിട്ടുണ്ട്. സോ എമർജൻസി വിസ ഉടനെ തന്നെ അടിച്ചു കിട്ടും. രാവിലെ 7 മണിക്കാണ് മധുരയിൽ നിന്ന് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ്. ഹലോ ഹലോ ജെയിംസേ, നാളെ പുറപ്പെടില്ലേ? യെസ്. ഹലോ, എനിക്ക് എന്റെ രവിയേട്ടനെ കാണണം. കുട്ടിച്ച, നമുക്കിപ്പൊ തന്നെ പോണോ? എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ? ആരെങ്കിലും വീട് ഏൽപ്പിക്കണ്ടേ? എന്റെ ജെയിംസ് കുട്ടി, ഞങ്ങള് രാവിലെ ഇച്ചായനും കൊണ്ട് വെല്ലൂർക്ക് പോവാ. ഡോക്ടർ പയ്യോടെ അപ്പോയിന്റ്മെന്റാ. എങ്ങനെയാ അത്? ഓ, എന്നാ പിന്നെ സാരമില്ല അമ്മായി, ഞങ്ങൾ എങ്ങനെയാലും മാനേജ് ചെയ്തോളാം. എന്തായി? അവർക്ക് പറ്റിയായിരുന്നു. രമേഷിനെ ഒന്ന് വിളിച്ചു നോക്ക്. നമ്പർ പറ. 2837. ഇങ്ങനെ ലോകം മുഴുവൻ വിളിച്ചോണ്ടിരുന്ന പോക്ക് നടക്കുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. ഓ, അവിടെ ആരുമില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? പിള്ളേര് കൂടെ കൊണ്ടുപോയാലോ? നടക്കുന്ന കാര്യമല്ലോ പറ സാറാമ്മേ. ഈ ലാസ്റ്റ് ഓമിന് പിള്ളേരെ കിട്ടിയപ്പോഴേക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്കറിയത്തില്ല എന്റെ ദൈവമേ, ഇനിയിപ്പൊ ഈ രാത്രിയില് ആരെ കിട്ടാനാ? ചാർലി ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ശരിയാവില്ല. ഒരു വീട്ടില് താമസിപ്പിക്കാൻ പറ്റിയ ആളല്ല. ഇപ്പോഴെങ്കിലും നിന്റെ കടുപ്പിടുത്തം ഒന്ന് കള. അത് കളയണമെങ്കിൽ ഞാൻ എന്റെ റോസയെ മറക്കണം. ശവക്കുഴി മാന്തിക്കോ? അതിന് പറ്റിയ സമയമാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, മറിയെ മാത്രം കൊണ്ടുപോവാം. മറ്റു രണ്ടുപേരും ആവുമ്പോ ആയമ്മ നോക്കിയാലും മതിയല്ലോ. ആയമ്മ നോക്കി. എന്റെ പൊന്നു കർത്താവേ, എന്നെ ഏൽപ്പിക്കണ്ടേ? ആ ചെറുക്കനൊരുത്തനെ നോക്കാൻ ഒരു 10 പോലീസുകാരെങ്കിലും വേണം. എന്നാ അവനെ നമുക്ക് കൊണ്ടുപോവാം. അതിലും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നീ വരണ്ട, പിള്ളേരെ നോക്കി വിട്ടിരുന്നോ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്ന് നിന്നേ. എനിക്ക് വരണം. എനിക്ക് എന്റെ ചേട്ടനെ കാണണം. നിനക്ക് പോരണമെന്നുണ്ട് ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് പിടിഞ്ഞെടുത്ത് ഒരു കാര്യമില്ല. രണ്ടിലൊന്നും ഇപ്പൊ തീരുമാനിക്കണം. ചാർലിയെ വിളിക്കണോ അതോ ഇവിടെ നിൽക്കുന്നോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വിളിച്ചാക്കിക്കോ. ഇനിയിപ്പം വിളിച്ചാ വരുമെന്ന് ആർക്കറിയാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണല്ലോ അവന്റെ പെണ്ണ് കാണല്ലോ നീ സഹകരിച്ചത്. ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണം, മനസ്സിലായോ? ഓരോരുത്തരെ കൊണ്ട് എപ്പോഴൊക്കെ ആവശ്യം വരുന്ന ആർക്കറിയാം. ഹലോ 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 ഹലോ, ആരാടാ? എടാ, ഇത് ഞാനാ, ജെയിംസ് ഊട്ടി. കുട്ടിച്ചനാണോ? കുട്ടിച്ച കുട്ടിച്ച നിന്റെ ചുമയൊന്ന് നിർത്ത് കഴിവരി. ഹലോ, എന്തോന്നാടാ ക്ഷയം പിടിച്ചോടാ നിനക്ക്? ചാർലി, ഹലോ, എല്ലാം കൊടുക്കുന്ന ചുമയാടാ. സോറി കുട്ടിച്ച, ഇന്നലെ ഇത്തിരി ഫിറ്റായി പോയി. നീ ഞാൻ പറയുന്നത് കേക്ക്. നീ അത്യാവശ്യമായിട്ട് ഉടനെ ഇവിടം വരെ വരണം. പെണ്ണ് കാണാനാണോ? ഇവന്റെ എടാ, അമേരിക്ക വെച്ച് സാറയുടെ ആങ്ങളുടെ കാർ ആക്സിഡന്റ് ആയി. ഓ, അതങ്ങ് നന്നാക്കിയാ പോരായോ? നിന്റെ കാര്യം എടാ, അവരെല്ലാം ആശുപത്രിയില്ല. രവിയേട്ടന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാ. പിന്നെ ഞങ്ങൾ രാവിലത്തെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പുറപ്പെടുക. പിള്ളേരെ കൂടെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റുമോ? നീ ഉടനെ ഇങ്ങോട്ട് വരണം. അത് ശരിയാവോ കുട്ടിച്ച?
പിന്നെ സാറാമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം. സത്യം, കർത്താവാണ് സത്യം. കുട്ടികളൊക്കെ നിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക, എപ്പോഴാ വരുന്നേന്ന്. സത്യം. ആയപ്പണിക്കൊരാള് കാവൽക്കാരൻ അല്ലേ? എടാ മോനെ, നീ എന്റെ പിള്ളേരുടെ ചിറ്റപ്പനല്ലേ? ഞാനില്ലെങ്കിൽ അവരുടെ കാര്യം നോക്കണ്ടത് നീയല്ലേ? അല്ലേ? അയ്യോ, പിന്നെ അത് ഞാനാ. അപ്പൊ നീ എങ്ങനെ വരും? നടന്നു വരാനാണെങ്കിൽ ഒത്തിരി സമയം പിടിക്കും. അതുകൊണ്ട് കാറേ വരാം. ഉറപ്പാണേ? എടാ സംഗതി സീരിയസാ, നീ ഉറയും കളയരുത്. രാവിലെ 8 മണിക്കാ ഞങ്ങൾക്ക് മദ്രാസ് ഫ്ലൈറ്റ്. നാളെ രാത്രിയാണോ അതോ മറ്റന്നാ? എടാ പുണ്ണാക്കാ, നീ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങെത്തണം. ഓക്കേ? അങ്കിള് വരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. ഓടിയപ്പുറത്ത്. ഇതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? ആ, ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വഷളാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആരാ? Oh my God. Who are you? Oh my God, who are you? നിങ്ങൾ ആരാ? ചാക്കോ, ചാലി ചാക്കോ. എന്ത് വേണം? കുട്ടിച്ചന്റെ ജെയിംസ് ഓടിയുടെ വീട് അല്ലേ? അയ്യോ ഇതല്ല, ആ വീടാ. ഓ, ഐ എം സോറി. Hey, Julie, stop it. Julie, stop it. Hey, Chandan, പട്ടിയെ പിടിച്ചേ. ഓ സോറി. എടാ ചാർലി, ഇങ്ങോട്ട് നോക്കേ. എങ്ങോട്ട് പോകാൻ? ഇവിടെ എവിടെ? സാറേ സാറേ, വീട് അവിടാണ്. അയ്യോ, അത് വഴിയല്ല, കുഴി. അയ്യോ സാറേ, അത് വഴിയല്ലോ, കുഴിയാ. വഴി വഴി തെറ്റി എഴുതിന് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ട, അല്ല അവന്റെ മുഖത്ത് ടോർച്ചടിക്കാല്ലോ. ഇങ്ങോട്ട് നോക്കാൻ. എവിടെ? ഇവിടെ മേലോട്ട് നോക്കാൻ. എവിടെ? മേലോട്ട്. ആകാശല്ലേ? ചാർലി, ഹലോ. അവിടെ ലുക്ക്, ആ ടെറസിന്റെ മുകളില്. ആഹാ, കുട്ടിച്ച. ഇറങ്ങി വരട്ടടാ. ഞാൻ ഇവിടെ. അയ്യോ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. ഞാനിപ്പോ ഡയറ്റില്ല. അതെ എടാ, സത്യം പറഞ്ഞ നിന്നെ കാണുന്നവരെ ഞാൻ മുള്ള നിൽക്കായിരുന്നു. നീ എന്നാ ഈ നോക്കുന്നേ? അല്ല, മുള്ളുകൊണ്ട് ചോര ഒഴുകുന്നില്ലല്ലോ. പറയാൻ കേട്ട നേരം. എന്നതാടാ ഇത്? മുയൽ, റഷ്യ മുയൽ. നേരത്തെ കാരണം വെക്കാതിനെ. നീ വണ്ടി ഓടിച്ച് വല്ല ക്ഷീണിച്ചോ? ഞാൻ ഓടിക്കുന്നില്ല, ഇച്ചിരി ഉറങ്ങുകയൊക്കെ ചെയ്യും. ഉറങ്ങിയോ? ഒരു കട്ടൻ അടിക്കണോ? ആ കട്ടൻ. ആ എടുത്തേ, എത്ര നാളായി കണ്ടിട്ട്. എന്തുകൊണ്ട് വിശേഷം? അവിടുത്തെ മൂടോട്ടായിട്ടിരിക്കുക. അതെ, ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തിനാ മൂഡ് ഔട്ട്? നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് കുളിച്ച് ഫ്രഷ് ആകും. എന്റെ കുട്ടിച്ചായിട്ട് വളർത്താതെ രാവിലെ 8 മണിക്ക് മദ്രാസ് ഫ്ലൈറ്റ് പോവാൻ നോക്ക്. നീ അങ്ങോട്ട് ഇരിക്കെ. നിന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട്. ഒന്ന്, പിള്ളേരുടെ ഫീസ് കൊടുക്കണം, പാലിന്റെ കാശ് കൊടുക്കണം, ഗ്യാസിന്റെ പേയ്മെന്റ് നടത്തണം. അത് തീർച്ചയായിട്ടും നടത്താം. പറ്റുകടയിലെ കാശ് കൊടുക്കണം. കൊടുക്കാം. ഇതൊക്കെ നിന്റെ പൈസ ഉണ്ടോ? ഓ, ഈ എന്നെ എവിടെ കാശ്? പിന്നെങ്ങനെ കൊടുക്കുന്നത്? അല്ല, ഇത് കൊടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നൊരു എക്സ്പെരിമെന്റ്. അങ്ങനെ ഇയാള് വലിയ എക്സ്പെരിമെന്റ് ഒന്നും നടത്തണ്ട.
ഒപ്പിട്ട് 5-6 ലീഫുണ്ട്. അതെ, ഒപ്പിട്ട ഒരു ലീഫ് എന്നാ മതി, ഞാൻ എഴുതിയെടുത്തോളാം. അങ്ങനെ എല്ലാം കൂടെ എടുത്ത് വീട്ടിൽ വെച്ചാലേ കള്ളം കേറും. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങള്? വിശേഷമൊക്കെ പറയാൻ നിന്നാലേ ഫ്ലൈറ്റ് അങ്ങ് പോവും. കുട്ടിച്ചാൻ പോയച്ചാ ഒത്തിരി ഉണ്ട് പറയാൻ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അമേരിക്ക ചെല്ലുമ്പോഴേ നല്ല പുഷ്ടിയുള്ള മഹാമോഹനും എല്ലാരും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ആലോചിച്ച